ചുവപ്പണിഞ്ഞ് കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത് 1957 രൂപീകരിച്ച അന്നു മുതൽ CPM ആണ് ഇവിടെ ഭരണത്തിലിരിക്കുന്നത്. 1957 കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്ത് രൂപീകൃതമായതു മുതൽ ഇവിടെ CPM അംഗങ്ങളെ മാത്രമാണ് വിജയിപ്പിച്ചിട്ടുള്ളത്. ഇത്തവണയും അതിന് മാറ്റമുണ്ടായില്ല. 15 വാർഡുകളിലും CPM പ്രതിനിധികളാണ് വിജയിച്ചു കയറിയത്. 14 വാർഡുകളിൽ മത്സരിച്ച BJPക്ക് ഒരു വാർഡിൽ മാത്രമാണ് കെട്ടിവെച്ച തുക ലഭിച്ചത്. 15 വാർഡുകളിലും മത്സരിച്ച UDFനാകട്ടെ 6 വാർഡിൽ കെട്ടിവെച്ച തുക തിരിച്ചു കിട്ടി. മത്സരിച്ച എല്ലാവരും പുതുമുഖങ്ങളായിരുന്നു. 5ാം വാർഡിൽ നിന്നും വിജയിച്ച P. അനസൂയ പ്രസിഡന്റാകുമെന്നാണ് കരുതുന്നത്. എതിർ പാർട്ടികൾക്ക് പോലും സ്ഥാനാർത്ഥികൾ സമ്മതരായിരുന്നുവെന്നാണ് ഇവരുടെ വിജയം കാണിക്കുന്നതെന്ന് LDF പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് സെക്രട്ടറി അഡ്വക്കേറ്റ് PP സിദ്ധൻ പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ നമ്മുടെ കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്തിനെ സംബന്ധിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉജ്ജ്വലമായ വിജയമാണ് വോട്ടർമാർ നൽകിയത്. ഇടതുപക്ഷത്തെ നെഞ്ചേറ്റിയ മുഴുവൻ വോട്ടർമാരെയും സ്നേഹത്തോടെ അഭിവാദ്യം ചെയ്യുകയാണ്. കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്തിന്റെ ചരിത്രം എല്ലാ ഘട്ടത്തിലും ഇടതുപക്ഷത്തോടൊപ്പം ഇടതുപക്ഷത്തെ നെഞ്ചേറ്റിയ ഒരു ചരിത്രമാണ്. ഇത്തവണയും ആകെയുള്ള 15 വാർഡുകളിൽ മികച്ച ഭൂരിപക്ഷത്തിൽ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ ജനങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. എല്ലാ വാർഡിലും സമഗ്രാധിപത്യം എന്ന് പറയാൻ കഴിയുന്നത് പോലെ മികച്ച ഭൂരിപക്ഷം തന്നെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. 300 മുതൽ 304 മുതൽ 702 വരെ ഉള്ള ഭൂരിപക്ഷമാണ് വിവിധ വാർഡുകളിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. നേരത്തെ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടങ്ങളിൽ നെറ്റ്വർക്ക് ചാനലിൽ തന്നെ UDFന്റെ പ്രതിനിധി പ്രതികരിച്ചത് ഞങ്ങളുടെ ശ്രദ്ധയിലുണ്ട്. ഇവിടുത്തെ ഭരണത്തെ സംബന്ധിച്ച് മികച്ച അഭിപ്രായം രാഷ്ട്രീയ എതിരാളികൾ പങ്കുവച്ചിരുന്നു. അത് പറയുമ്പോൾ അവർ ഒന്നുകൂടി സൂചിപ്പിച്ചു, അത് വാർഡ് വിഭജനത്തെ സംബന്ധിച്ചാണ്. വാർഡ് വിഭജനം UDFന് അനുകൂലമായിട്ടാണ് എന്ന നിലയിൽ UDFന്റെ പ്രതിനിധി തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. നേരത്തെ UDFന്റെ പ്രതിനിധികളും മറ്റുമെല്ലാം പലയിടത്തും സംസാരിച്ചിട്ടുള്ള കാര്യം, ഒന്ന്, വാർഡ് വിഭജനം ഇടതുപക്ഷത്തിന് ജയിക്കാനുള്ള പാകത്തിലാണ് നടത്തിയത് എന്ന നിലയിൽ വ്യാപകമായ ചർച്ച നടത്തുമ്പോൾ നെറ്റ്വർക്ക് ചാനലിൽ തന്നെ UDFന്റെ പ്രതിനിധി നൽകിയിട്ടുള്ള ഒരു മറുപടി, അത് കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്തിൽ UDFന് പ്രതീക്ഷ നൽകുന്ന നിലയിലാണ് വാർഡ് വിഭജനം നടത്തിയിട്ടുള്ളത്. ആ പ്രതീക്ഷ നൽകുന്ന നിലയിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പ് ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ എന്താണ് UDFന്റെ സ്ഥിതി? UDFന്റെ സ്ഥിതി ആകെയുള്ള 15 വാർഡിൽ കേവലം 6 വാർഡിൽ മാത്രമാണ് കെട്ടിവെച്ച കാശ് UDFന് ലഭിച്ചിട്ടുള്ളത്. ജില്ലയിൽ ഏറ്റവും ഉയർന്ന പോളിംഗ് നടന്ന പഞ്ചായത്തും കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്താണ്. 89.41 ഇവിടുത്തെ പോളിംഗ് ശതമാനം. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ.